നമസ്കാരം. അഷ്ടമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2025 പൂജ വെപ്പിൻ്റെ കൃത്യമായ തീയതിയും സമയവും പൂജ വയ്ക്കുന്ന വിധവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആരൊക്കെയാണ് പൂജ വയ്ക്കേണ്ടത് എന്നൊക്കെയാണ് വിശദീകരിച്ച് അറിയുവാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സരസ്വതിയെ നമ എന്ന് കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എപ്പോഴാണ് പൂജ വയ്ക്കേണ്ടത്? ഈ വർഷത്തെ പൂജവെപ്പ് സെപ്റ്റംബർ 29 വൈകിട്ടാണ്. സെപ്റ്റംബർ 30 ദുർഗാഷ്ടമി ആഘോഷിക്കുന്നത്. അതായത് ഒക്ടോബർ 1 മഹാനവമിയും ഒക്ടോബർ 2 വിജയദശമിയുമാണ്. സെപ്റ്റംബർ 29 തിങ്കളാഴ്ച പൂജവെപ്പ് നടത്തിയാൽ ഒക്ടോബർ 2 രാവിലെയാണ് പൂജയെടുക്കുന്നത്. അതായത് പൂജ വെച്ച് 3-ാം നാൾ പൂജ എടുക്കുവാൻ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 29 വൈകിട്ട് 5 മുതൽ പൂജ വയ്ക്കാം. ഈ ദിവസം വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ പൂജവെപ്പിനായി സമർപ്പിക്കും. 6:45 പൂജവയ്പ് സമയം. ഒക്ടോബർ 1 ബുധനാഴ്ച മഹാനവമി ദിവസം വൈകിട്ട് 6:45 വാഹന പൂജ നടത്താവുന്നതാണ്. ഒക്ടോബർ 2 വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പൂജ എടുക്കാവുന്നതുമാണ്. പൂജവെപ്പിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നവമി ദിവസം അടച്ചുപൂജയാണ് നടത്തുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്ന് അകത്തേക്ക് പിൻവലിക്കുന്നതാണ് അടച്ചുപൂജയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഈ സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക. ഈ ദിവസങ്ങളിൽ മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള അധ്യയനവും പാടില്ല. ഈ ദിവസങ്ങളിൽ നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ദേവീസ്തുതികൾ ചൊല്ലുകയും ചെയ്യുകയാണ് വേണ്ടത്. വീടുകളിലാണ് നിങ്ങൾ പൂജ വയ്ക്കുന്നതെങ്കിൽ പൂജ വയ്ക്കുന്നതിന് മുമ്പ് വൃത്തിയും ശുദ്ധിയും പാലിക്കുക. പൂജ വയ്ക്കുന്ന സ്ഥലത്ത് ആരും അശുദ്ധമായി ഇരിക്കുവാൻ പാടുള്ളതല്ല. ദീപം കെടാതെ നോക്കണം. പൂജ എടുത്തു മാറ്റുമ്പോൾ ഭക്തിപൂർവം മന്ത്രോച്ചാരണമോ ഭജനയോ നടത്തി സമാപിപ്പിക്കേണ്ടതാണ്. ആരൊക്കെയാണ് പൂജ വയ്ക്കേണ്ടതെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാം. ഒപ്പം കലാകാരന്മാരായ കുട്ടികളാണെങ്കിൽ അവർ അഭ്യസിക്കുന്ന കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കാം. തൊഴിലാളികളും കരകൗശലം പണിയുന്നവരും ഉദ്യോഗസ്ഥരും എല്ലാം അവരുടെ തൊഴിൽ ഉപകരണങ്ങൾ പൂജ വയ്ക്കാവുന്നതാണ്. വാഹനങ്ങൾ കൈവശമുള്ളവർക്ക് അത് പൂജ വയ്ക്കാം. പൂജ വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ ദേവിയെ ആരാധിച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിലും കലാമേഖലയിലും തൊഴിൽ മേഖലയിലും എല്ലാം കൂടുതൽ ശോഭിക്കും എന്നതാണ് വിശ്വാസം. നവരാത്രി ദിനങ്ങളിൽ ദേവിയെ 9 ഭാവങ്ങളിലായിട്ടാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിനങ്ങളിൽ ദേവിയെ കാളി രൂപത്തിലും പിന്നീടുള്ള 3 ദിനങ്ങളിൽ ദേവിയെ മഹാലക്ഷ്മിയായും അവസാനത്തെ 3 ദിനങ്ങളിൽ ദേവിയെ സരസ്വതിയുമായിട്ടാണ് ആരാധിക്കുന്നത് എന്നതാണ് വിശ്വാസം. 1-ാം ദിവസം ശൈലപുത്രി ദേവിയായി ശക്തിയും ധൈര്യവും നൽകുന്ന ദേവിയായി ആരാധിക്കുന്നു. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണി ദേവിയായി ആരാധിക്കുന്നു. വ്രതവും ജ്ഞാനവുമൊക്കെ പ്രദാനം ചെയ്യുന്നത് ഈ ദേവിയായി കണക്കാക്കുന്നു. 3-ാം ദിവസം ചന്ദ്രകണ്ഠ ദേവിയായി സമാധാനത്തിൻ്റെയും ശക്തിയുടെയും ദേവിയായി കണക്കാക്കുന്നു. 4-ാം ദിവസം കുഷ്മാണ്ഡ ദേവിയായി സൃഷ്ടി ശക്തിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. 5-ാം ദിവസം സ്കന്ദമാതാ ദേവിയായി മാതൃത്വത്തിൻ്റെ പ്രതീകമായി കാർത്തികേയൻ്റെ അമ്മയായി കണക്കാക്കുന്നു. 6-ാം ദിവസം കാർത്യായനി ദേവിയായി ധർമ്മവും നീതിയും നിലനിർത്തുന്ന ദേവിയായി കണക്കാക്കുന്നു. 7-ാം ദിവസം കാലരാത്രി ദേവിയായി അന്ധകാരം നീക്കി പ്രകാശം നൽകുന്ന ശക്തിയായി ആരാധിക്കുന്നു. 8-ാം ദിവസം മഹാഗൗരിയായും 9-ാം ദിവസം സിദ്ധിദാത്രി ദേവിയായും ആരാധിക്കുന്നു.
മഹാഗൗരി സൗന്ദര്യവും വിശുദ്ധിയും നൽകുന്നു. സിദ്ധിദാത്രി ജ്ഞാനവും സമ്പത്തും നൽകുന്ന ദേവിയാണ്.